ഹായ് ഓൾ, എല്ലാവർക്കും ടാൻഡം പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്തവണത്തെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് അഥവാ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാമിന് ചോദിച്ച ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് best explains the complex interplay of factors influencing the variability and intensity of the Indian monsoon എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിനകത്ത് ഇന്ത്യൻ മൺസൂണിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് നമുക്കിങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഓപ്ഷൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന് മുന്നായിട്ട് നമുക്ക് ഇന്ത്യൻ മൺസൂണിന്റെ ഒരു മെക്കാനിസം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനു മുന്നേ നമുക്ക് ഈ ഒരു മൺസൂൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഇത്രയും ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനു മുന്നേ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നല്ല ഡെപ്തിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഇന്ത്യൻ മൺസൂണിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് അതിന്റെ കോൺസെപ്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഈ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ആദ്യം നോക്കാം എന്തൊക്കെയാണ് ഇന്ത്യൻ മൺസൂണിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യൻ വന്ന് തിരിച്ചു നോക്കാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ മൺസൂണിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഹിമാലയൻ മൗണ്ടെയിൻസ്, അതേപോലെ റിലീഫ് എന്ന് വെച്ചാൽ ഭൂപ്രകൃതിയാണ്. വെസ്റ്റേൺ ഘാട്ടൊക്കെ പോലെയുള്ള ഭൂപ്രകൃതി. അതുപോലെ ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് വെച്ചാൽ ITZZ ആണ്. ഇത് നമ്മൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളൊക്കെ പഠിക്കാനുണ്ട്. ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു 7 പ്രഷർ ബെൽറ്റുകളുണ്ട്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ദെൻ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, അതിന് മുകളിലായിട്ട് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്, ദെൻ ഏറ്റവും മുകളിലായിട്ട് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഇങ്ങനെയുള്ള നമുക്കൊരു 7 പ്രഷർ ബെൽറ്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ജെറ്റ് സ്ട്രീം നമ്മുടെ ഇന്ത്യൻ മൺസൂണിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ്. അതുപോലെ തന്നെ എൽനിനോയും ലാനിനായും, അതുപോലെ തന്നെ എൻസോ എന്ന് വെച്ചാൽ എൽനിനോ സദേൺ ഓസിലേഷൻ എന്നാണ് എൻസോ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടിബറ്റൻ പ്ലേറ്റ്യൂ ഇന്റൻസ് ആയിട്ട് സമ്മർ സീസണിൽ ഇന്റൻസ് ആയിട്ട് ചൂട് പിടിക്കും. അപ്പൊ അതും ഒരു കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ സദേൺ ഇന്ത്യൻ ഓഷനിൽ വരുന്ന ഒരു പെർമനന്റ് ആയിട്ടുള്ള ഹൈ പ്രഷർ സെല്ല്, ആ ഒരു ഹൈ പ്രഷർ ബെൽറ്റിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷൻ ഡൈപോൾ ഒരു കാരണമാകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ മൺസൂണിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് ടാൻഡം PSC ഒരുക്കുന്ന മെയിൻസ് പ്ലസ് ഇൻ്റർവ്യൂ ബാച്ച് ജൂൺ 16 ആരംഭിക്കുകയാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് ജനറൽ നോളജ്, ജനറൽ സയൻസ്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, കറണ്ട് അഫെയർസ് തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന രീതിയിലുള്ള മൊഡ്യൂളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് 12 വർഷത്തെ പ്രവൃത്തി പരിചയത്തിലൂടെ സ്പെഷ്യൽ ടോപ്പിക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരുന്ന രീതിയിൽ LSCS എക്സാമിനൊക്കെ ടാൻഡം PSCയുടെ ക്ലാസ് ഫോളോ ചെയ്ത ആളുകൾക്കറിയാം. സ്പെഷ്യൽ ടോപ്പിക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്ന ഒരു ബാച്ചാണ് ടാൻഡം PSC ഒരുക്കുന്നത്. താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന 7034327690 9544166690 എന്നീ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക. വെറും 1499 രൂപ മാത്രമാണ് ഈ ഒരു മെയിൻസ് പ്ലസ് ഇൻ്റർവ്യൂ ബാച്ചിന് നമ്മൾ ഫീസായിട്ട് ഈടാക്കുന്നത്. ജൂൺ 7 വരെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ബക്രീദ് ഓഫറായിട്ട് 10% കിഴിവുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓരോന്നും എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഹിമാലയാസ് ആണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, നമുക്കറിയാം മൺസൂൺ വിൻഡുകൾ എവിടെ നിന്നാണ്? നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ നിന്നും എങ്ങോട്ടേക്ക് വീശുകയാണ്? നമ്മുടെ ഇന്ത്യയുടെ മെയിൻ ലാൻഡിലേക്ക് വീശുകയാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ മൺസൂൺ വിൻഡിനെ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഹിമാലയാസ് ഉണ്ടല്ലേ, അപ്പൊ ഹിമാലയാസ് എന്ത് ചെയ്യുന്നു? ഈ വിൻഡിനെ എപ്പോഴും ഒരു മഴ പെയ്യണമെങ്കിൽ കാറ്റിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു പർവ്വതം വേണം അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ ഹിമാലയ പർവ്വതം ഈ പോകുന്ന നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡുകളെ എന്ത് ചെയ്യുന്നു? തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. സോ മൺസൂണിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഹിമാലയാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ് സിസ്റ്റം. നമുക്കറിയാം
ലാൻഡ് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ കരപ്രദേശം വളരെ പെട്ടെന്ന് ചൂട് പിടിക്കുമെന്നും വളരെ പെട്ടെന്ന് തണുക്കുമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ സമ്മർ സീസൺ അഥവാ വേനൽക്കാലം ആകുന്ന സമയത്ത് നമ്മുടെ മെയിൻ ലാൻഡ്, ഇന്ത്യയുടെ മെയിൻ ലാൻഡ് പെട്ടെന്ന് ചൂട് പിടിക്കും അല്ലെ. അപ്പം പെട്ടെന്ന് ചൂട് പിടിക്കാന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ഹൈ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രഷർ എങ്ങനെയായിരിക്കും, ടെമ്പറേച്ചറും പ്രഷറും എപ്പോഴും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ വിപരീത ആ ഒരു അനുപാതത്തിലാണെന്ന് പറയാം. അപ്പൊ ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് ഈ മെയിൻലാൻഡിൽ എങ്ങനെയായിരിക്കും, പ്രഷർ എങ്ങനെയായിരിക്കും, ഇവിടെ ഒരു ലോ പ്രഷർ ഏരിയ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോ ലാൻഡ് ഏരിയയിലെ ലോ പ്രഷർ ആണെങ്കിൽ ഓഷനിൽ, നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ ഇവിടെ എങ്ങനെയായിരിക്കും, ഇവിടെ ഹൈ പ്രഷർ ഏരിയ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ. ഇപ്പൊ ഹൈ പ്രഷർ ഏരിയ ആണ്. നമുക്കറിയാം കാറ്റ് വീശുന്നത് എപ്പോഴും ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലേക്കാണ് കാറ്റ് വീശുന്നത് അല്ലെ. സോ ഇവിടെ നിന്ന് മൺസൂൺ വിൻഡ് എങ്ങോട്ടേക്ക് വീശും, നമ്മുടെ ഇന്ത്യയുടെ മെയിൻ ലാൻഡിലേക്ക് വീശുന്നതിന് കാരണമാകും. തിരിച്ച് വിന്റർ സീസൺ ആകുമ്പോൾ ഇത് നേരെ റിവേഴ്സ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കുകളാണ്. അതാണ് പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ് സിസ്റ്റം. അപ്പോൾ ഹിമാലയത്തിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുപോലെ തന്നെ റിലീഫ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ മൺസൂണിനെ അഫക്ട് ചെയ്യുന്ന റിലീഫ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാട്ട് ആണ്. ഓക്കെ, നമുക്കറിയാം ഒരു പർവ്വതത്തിന് എപ്പോഴും രണ്ട് സൈഡ് ഉണ്ടായിരിക്കും, ഒരു വിൻഡ് ബേർഡ് സൈഡും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു റെയിൻ ഷാഡോ റീജിയൻ അഥവാ ലീവേർഡ് സൈഡും ഉണ്ടായിരിക്കും. ഓക്കെ, വിൻഡ് ബേർഡ് സൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ ഓഷനിൽ നിന്ന് വരുന്ന മോയ്സ്ചർ കണ്ടന്റ് ഉള്ള വിൻഡ് ഈ പർവ്വതത്തിൽ തട്ടി മുകളിലേക്ക് ഉയരും അല്ലെ. മുകളിലേക്ക് ഉയരുന്ന അനുസരിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങും, തണുക്കാൻ തുടങ്ങും. അപ്പൊ തണുത്ത് ഇത് എന്തായിട്ട് പെയ്യാൻ തുടങ്ങും, മഴയായിട്ട് പെയ്യാൻ തുടങ്ങും. അപ്പോ ഇതിന്റെ ഒരു വിൻഡ് ബേർഡ് സൈഡിൽ നന്നായിട്ട് മഴ പെയ്യും. അതിനുശേഷം ഈ വിൻഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇതിനകത്തുള്ള മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ തന്നെ ഓൾറെഡി മഴ പെയ്ത് തീർന്നു അല്ലെ. ബാക്കിയുള്ള എയർ എന്ന് പറയുന്നത് ഡ്രൈ എയർ ആയിരിക്കും, വാം എയർ ആയിരിക്കും, അത് താഴേക്ക് ഡിസെൻഡ് ചെയ്ത് വരും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഡ്രൈ എയർ ആയതുകൊണ്ട് അവിടെ മഴ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ സെയിം ഇൻ ദ കേസ് ഓഫ് മൺസൂൺ. അപ്പൊ നമ്മുടെ വെസ്റ്റേൺ കാട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ വെസ്റ്റേൺ കാട്ടിന്റെ ലീവേർഡ് സൈഡിൽ ധാരാളം മഴ ലഭിക്കുന്നു, എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ എന്ത് പെയ്യില്ല, മഴ പെയ്യില്ല. ഓക്കെ, അപ്പോ അങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് പറയാം റിലീഫ് എന്ന് പറയുന്നത് നമ്മുടെ മൺസൂണിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണെന്ന് നമുക്ക് പറയാം. ദെൻ അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ജെറ്റ് സ്ട്രീംസ് ആണ്. ജെറ്റ് സ്ട്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടുന്ന കോൺസെപ്റ്റ് ആണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. നമ്മുടെ അപ്പർ എയറിൽ വരുന്ന സർക്കുലേഷൻ ആണ്, അപ്പർ എയറിൽ വരുന്ന സർക്കുലേഷനെയാണ് നമ്മൾ ജെറ്റ് സ്ട്രീം എന്ന് വിളിക്കുന്നത്. ഈ ജെറ്റ് സ്ട്രീമിന് നമ്മുടെ ഇന്ത്യൻ മൺസൂണിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കോൺസെപ്റ്റൽ ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതും ജസ്റ്റ് ഓർത്ത് വെക്കുക. ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇന്ത്യൻ മൺസൂണിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പിന്നീട് പറയാനുള്ളത് എൽനിനോ, ലാനിന ആൻഡ് എൽനിനോ സദേൺ ഓസിലേഷൻ. എന്താണ് എൽനിനോ? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേം ആണ് എൽനിനോ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈസ്റ്റേൺ ട്രോപ്പിക്കൽ പസഫിക് ഓഷൻ, നമുക്ക് പസഫിക് ഓഷൻ ഉണ്ട്, പസഫിക് ഓഷന്റെ ട്രോപ്പിക്കൽ ഏരിയയിലുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വാട്ടർ അബ്നോർമൽ ആയിട്ട് അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ട് ചൂട് പിടിക്കുന്നു, വാർമിംഗ് ആവുന്നു. അങ്ങനെ ചൂടാകുന്ന ആ ഒരു പ്രതിഭാസത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എൽനിനോ എന്ന് വിളിക്കുന്നത്. ഈ എൽനിനോയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രതിഭാസമാണ് സദേൺ ഓസിലേഷൻ എന്ന് പറയുന്നത്. സദേൺ ഓസിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ, ഓൾറെഡി നമ്മുടെ പസഫിക് ഓഷന്റെ സർഫസ് വാട്ടർ എന്ത് ചെയ്യുന്നു, ചൂട് പിടിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ചൂട് പിടിക്കുന്ന സമയത്ത് അതിന് അവിടെയുള്ള എയറിനെ അത് സ്വാധീനിക്കും. ഓക്കെ, അങ്ങനെ സ്വാധീനിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ സദേൺ ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൽനിനോയും ഈ സദേൺ ഓസിലേഷനും കൂടി കമ്പൈൻഡ് ആക്കി ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ആണ് എൽനിനോ സദേൺ ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ എൽനിനോ സദേൺ ഓസിലേഷന് അഥവാ എൻസോയ്ക്ക് നമ്മുടെ ഇന്ത്യൻ മൺസൂണിനെ എന്താക്കാനുള്ള കഴിവുണ്ട്, വീക്ക് ആക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ എൽനിനോ സദേൺ ഓസിലേഷൻ വരുന്ന സമയത്ത് ഇന്ത്യയുടെ മൺസൂണിന്റെ ഒരു ഇന്റൻസിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള എൻസോ അല്ലെങ്കിൽ സദേൺ ഓസിലേഷന് നമ്മുടെ മൺസൂണിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് നമുക്ക് പറയാം. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്വസ്റ്റനിൽ കണ്ട ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് ആയിരുന്നു ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് പറയുന്നത്. ഇതും ആക്ച്വലി നമ്മുടെ പ്രഷർ ബെൽറ്റ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക് ആണ്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് 7 പ്രഷർ ബെൽറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിനകത്ത് ഏറ്റവും സെന്ററിൽ വരുന്നത് നമ്മുടെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആണ്. ഈ ലോ പ്രഷർ ബെൽറ്റിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ വരുന്നത്. അപ്പോൾ നോർമൽ കേസിൽ
ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എവിടെയായിരിക്കും? ഈ പറഞ്ഞിട്ടുള്ള ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന്റെ ഇവിടുന്ന് ഒരു 5 ഡിഗ്രി ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് വരുന്നത് എങ്ങനെ നമുക്കറിയാം, 5 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയായിരിക്കും. പക്ഷെ സമ്മർ സീസൺ ആവുന്ന സമയത്ത് ഈ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്ത്യയൊക്കെ വരുന്നത് ഏകദേശം മുകളിലേക്കാണ് വരുന്നത് അല്ലെ. അപ്പോൾ ആ ഒരു ലോ പ്രഷർ ബെൽറ്റ് നമ്മുടെ മുകളിലേക്ക് നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്ത് തന്നെ എന്ത് സംഭവിക്കും? ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലേക്ക് കാറ്റ് വീശും അല്ലെ. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ മൺസൂണിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണെന്ന് നമുക്ക് പറയാം. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ITCZ അഥവാ ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിന് ഇന്ത്യൻ മൺസൂണിനെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് ബ്രീഫ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് നമ്മുടെ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. See, which of the following best explains the complex interplay of factors influencing the variability and intensity of Indian monsoon എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഇന്ത്യൻ മൺസൂൺ ഈസ് solely driven by temperature contrast between land and sea with no impact from global climatic phenomena എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് solely driven by temperature contrast എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഹൈ പ്രഷറും ലോ പ്രഷർ ഏരിയ ആ ഒരു രീതിയിൽ നിന്ന് മാത്രം ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്ക് കാറ്റ് വീശുന്നു. ആ ഒരു ഒറ്റ കാര്യം അത് ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ഉണ്ടാകുന്നത് കൊണ്ടാണെന്നാണ് പറയുന്നത്. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? വിത്ത് നോ ഇമ്പാക്ട് ഫ്രം ഗ്ലോബൽ ക്ലൈമാറ്റിക് ഫിനോമിന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണോ? നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ ഉണ്ട്. അത് എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു? ഇന്ത്യൻ മൺസൂണിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റാണെന്ന് പറയാം. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ദ സൗത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആർ ഇൻഡിപെൻഡന്റ് സിസ്റ്റംസ് വിത്ത് നോ ഇന്റർ കണക്ഷൻ ഓപ്പറേറ്റിംഗ് പ്യൂർലി ബേസ്ഡ് ഓൺ റീജിയണൽ വിൻഡ് പാറ്റേൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ആക്ച്വലി ഇൻഡിപെൻഡന്റ് സിസ്റ്റം ആണോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇതിനകത്ത് തമ്മിലൊരു കണക്ഷനും ഇല്ല നമുക്ക് പറയാൻ പറ്റുമോ? റീജിയണൽ ആൻഡ് പ്യൂർലി ബേസ്ഡ് ഓൺ റീജിയണൽ വിൻഡ് പാറ്റേൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തിരിച്ച് ഈ പറഞ്ഞിട്ടുള്ള നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വെസ്റ്റേൺ ഡിസ്റ്റർബൻസിന്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്? ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണെന്ന് പറയാം? ഇത് റോങ് ആണെന്ന് പറയാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഓറോഗ്രാഫിക് ബാരിയേഴ്സ് ലൈക്ക് വെസ്റ്റേൺ ഗാട്സ് ആൻഡ് ഹിമാലയാസ് ഓൺലി ഇന്റൻസിഫൈ മൺസൂൺ റെയിൻഫോൾ വിതൗട്ട് കോൺട്രിബ്യൂട്ടിംഗ് ടു ഡ്രൈ സ്പെൽസ് ഓർ റീജിയണൽ ഡിസ്പാരിറ്റീസ്. അത് തെറ്റല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു പർവ്വതം വരുന്ന സമയത്ത് ഇപ്പൊ ഹിമാലയം ആണെങ്കിൽ ഹിമാലയത്തിന് എന്തുണ്ടായിരിക്കും? ഒരു ലീവേർഡ് സൈഡ് ഉണ്ടായിരിക്കും. റെയിൻ ഷാഡോ റീജിയൻ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ മഴ ഉണ്ടായിരിക്കുമോ? ഉണ്ടായിരിക്കില്ല. അവിടെ എന്തായിരിക്കും? ഡ്രൈ റീജിയൻ ആയിരിക്കും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? വിതൗട്ട് കോൺട്രിബ്യൂട്ടിംഗ് ടു ഡ്രൈ സ്പെൽസ് ഓർ റീജിയണൽ ഡിസ്പാരിറ്റീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. കാരണം നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടതാണ് വെസ്റ്റേൺ ഗാട്സിന്റെ വിൻഡ്വേർഡ് സൈഡിൽ മൺസൂൺ ധാരാളമായിട്ട് ലഭിക്കുകയും അതുപോലെ അതിന്റെ റെയിൻ ഷാഡോ റീജിയനിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഡ്രൈ റീജിയൻ ആയിട്ടായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇനി നമ്മുടെ ഓപ്ഷൻ ബി നോക്കിക്കേ. ഷിഫ്റ്റിംഗ് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അലോങ് വിത്ത് ദ ഫാക്ടേഴ്സ് ലൈക്ക് ജെറ്റ് സ്ട്രീംസ് അതുപോലെ ഓറോഗ്രാഫിക് എഫക്ട് എന്ന് പറയുമ്പോൾ ഓറോജിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പർവ്വതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. സോ വെസ്റ്റേൺ ഗാട്സിന്റെ ഇൻഫ്ലുവൻസ് അതുപോലെ എൻസോ ഇവന്റ്സ് എൽനിനോ സദേൺ ഓസിലേഷൻ ഇവന്റ്സ് ഗവേൺസ് ദ സീസണൽ സ്ട്രെങ്ത് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൺസൂൺ റെയിൻഫോൾ. ദാറ്റ് ഈസ് കറക്റ്റ്. നമ്മളിപ്പോ പഠിച്ച് കഴിഞ്ഞൊരു കാര്യമാണ്. സോ ഇങ്ങനെ ഡെപ്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഓരോ ഫാക്ടേഴ്സും എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഡെപ്തിലാണ് ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കേണ്ടത്. കുറച്ചൊക്കെ NCERT നമ്മൾ കറക്റ്റ് വായിക്കുകയാണെങ്കിൽ കിട്ടും. എല്ലാ സ്റ്റേറ്റ്മെന്റ് ഇത്തവണ ചോദിച്ചതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നിരുന്നാൽ പോലും നമുക്ക് ഇതെല്ലാം ഓരോ ഫാക്ടേഴ്സും എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ ആ ഒരു ഡെപ്ത് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോഗ്രഫിയുടെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ഇനി മുതൽ ജോഗ്രഫി ഒക്കെ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കി വേണം നമ്മൾ പഠിക്കാൻ. 1 സ്റ്റെപ്പ് ഹെഡ് ആയിട്ട് നമുക്ക് പഠിക്കണം. സോ നമ്മുടെ ക്ലാസ്സിൽ ഈ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു സെഷൻ. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.